ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗസ്ത്യ ചീരയാണ്. എല്ലാ വീടുകളിലും അങ്ങനെ കാണാൻ വഴിയില്ലാത്തൊരു ചീരയാണ്. അവിടെ ഇവിടെയൊക്കെ റെയറായിട്ട് കാണുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ പൂവും ഇലകളും ഒക്കെ നമ്മൾ എടുത്ത് തോരൻ വെക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ നമുക്കത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് അഗസ്ത്യച്ചീരയാണ് ആദ്യം തന്നെ വേണ്ടത്. അപ്പോൾ നമുക്ക് അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മുട്ട, തേങ്ങ തിരുമിയത്, സവോള, കുറച്ച് കറിവേപ്പില, അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട, കറിവേപ്പില, ശകലം മഞ്ഞൾപ്പൊടി, അത് ആവശ്യമുള്ളവർക്കിടാം. അങ്ങനെ അത്രയും എരിവിനനുസരിച്ച് പച്ചമുളക്, ഇത്രയാണ് വേണ്ടത്, മീൻസാണ് അതിന് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ഇതിന് ചേർക്കുക. നമുക്ക് ആദ്യമായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ആ ചീര നമ്മൾ ഞെരടി തേങ്ങാപ്പീരയും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചീര നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് സവോളയൊക്കെ കുത്തിപ്പൊടിച്ച് നല്ല ഇച്ചിരി ഒന്ന് ഞെരടി വേണം അത് എടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളത്തിൻ്റെ അംശം വേണ്ട. അപ്പോൾ അല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ടൈമിൽ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇച്ചിരി മഞ്ഞ കളറിൽ വരുന്നതാണ്, അത് നമുക്ക് കാണാനും ഭംഗി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. നമ്മൾ ക്യാബേജൊക്കെ തോരൻ വെക്കുന്ന പോലെ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ അത് നന്നായി ഇളക്കി കൊടുക്കാം. ഞാൻ ഒത്തിരി ഇളക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പാത്രം ഇച്ചിരി ചൂട് കയറുന്ന പാത്രമാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശകലം ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കെല്ലാം കൂടെ ഒന്ന് അടുപ്പിച്ചെടുത്തിട്ട് ഒരു അടപ്പിട്ട് അടച്ചു വെക്കാം. അപ്പോൾ അത് ആവിയിലൊന്ന് വേവട്ടെ. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഔഷധ ഗുണമുള്ളൊരു ചീരയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകളും ഒക്കെ എടുക്കാറുണ്ട്. ഇല ഞാൻ തോരൻ വെച്ചിട്ടുണ്ട്, അതിന് ചെറിയൊരു കയ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇല എടുക്കാറില്ല. ഇതിൻ്റെ പൂവാണ് തോരൻ വെക്കാറുള്ളത്. അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് 2 മുട്ട ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് ഇളക്കണ്ട, ഒന്ന് നോർമലായിട്ടൊന്ന് ആ ചീരയിലൊന്ന് പറ്റുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അല്ലെങ്കിൽ മുട്ട ഇച്ചിരി ഒന്ന് എഴുന്ന് കിടന്നാൽ അതിൻ്റെ ആ ടേസ്റ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ അത് ആ ചീരയിലെല്ലാം ഇതായി മുട്ട ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. കഴിക്കുമ്പോൾ അറിയാം, കാണുമ്പോൾ അത്രയും ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, അടുക്കി പിടിക്കുന്ന പാത്രമൊക്കെ ആണെങ്കിൽ അടുക്കി പിടിച്ച് പോകും. അപ്പം അങ്ങനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവിയിൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കാം. അപ്പം അത് എഴുന്ന് വന്നോളും മുട്ട. നമ്മൾ മുട്ടത്തോരനൊക്കെ വെക്കത്തില്ലേ, അതുപോലെ എഴുന്ന് വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് അതിന് വെള്ളം പറ്റിക്കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള അഗസ്ത്യ ചീരയുടെ തോരൻ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, പൊന്നി
ഞാൻ